Hello, my dear students. Welcome to Industrial Relation 29th session. നമ്മൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിൻ്റെ ലാസ്റ്റ് ഒരു പോർഷനാണ് കാണാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദ കറണ്ട് ട്രെൻഡ്സ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് ഇൻ ഇന്ത്യ. ഇതിനെക്കുറിച്ച് എസ്സേ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കളക്റ്റീവ് ബാർഗൈനിങ് ഇന്ത്യയിലത്തെ കറണ്ട് ട്രെൻഡ് എന്താണ്? അതിൽ ആദ്യം വരുന്ന ഒരു സംഭവമാണ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ഇൻഡിവിജ്വലൈസ് ബാർഗൈനിങ്. അത് നമുക്കിപ്പോൾ ഒത്തൊരുമിച്ച് നിന്ന് ഒരു ഇൻഡസ്ട്രിയൽ ലെവലിലുള്ള ബാർഗെയിനിങ് കുറയുന്നു ഇന്ത്യയിൽ, അതാണ് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഈ കളക്റ്റീവ് ബാർഗെയിനിങ് ഇന്ത്യയിൽ ഡീസെൻട്രലൈസ്ഡ് ആക്കപ്പെടുന്നു. എന്താണ് ഈ ഡീസെൻട്രലൈസ്ഡ് ആക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, ഒരു ഇൻഡസ്ട്രിയുടെ കീഴിൽ കുറേ കമ്പനീസ് ഉണ്ടാവും. ഈ കമ്പനീസിൻ്റെ എല്ലാം കളക്റ്റീവ് ബാർഗെയിനിങ് ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയുടെ മൊത്തത്തിലുള്ള കളക്റ്റീവ് ബാർഗെയിനിങ് ആയിട്ട് ചർച്ച ചെയ്യുമ്പോഴാണ് അതിന് സ്ട്രെങ്ത് കൂടുന്നത്. പക്ഷേ ഇപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു സ്ട്രെങ്ത് ഉള്ള കളക്റ്റീവ് ബാർഗെയിനിങ് ആവാതെ ഓരോ കമ്പനീസും അവരുടേതായിട്ടുള്ള രീതിയിൽ കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തുന്നു. അതായത് ഇൻഡസ്ട്രിയൽ ലെവൽ ബാർഗെയിനിങ് നടത്താതെ യൂണിറ്റ് ലെവൽ അല്ലെങ്കിൽ കമ്പനി ലെവൽ ബാർഗെയിനിങ് ആണ് സംഭവിക്കുന്നത്. ഇത് പലപ്പോഴും പബ്ലിക് സെക്ടർ ഈ പബ്ലിക് സെക്ടർ കമ്പനീസിനെ എടുത്ത് നോക്കുമ്പോഴാണ് അതിൽ മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ, ഇൻഡസ്ട്രിയൽ ലെവൽ ബാർഗെയിനിങ് നടക്കുന്നുള്ളൂ. പക്ഷേ പ്രൈവറ്റ് സെക്ടറിലൊക്കെ കമ്പനി ലെവലാണ്. അതുമാത്രമല്ല, മിക്ക പബ്ലിക് സെക്ടർ കമ്പനീസും പ്രൈവറ്റ് കമ്പനീസായിട്ട് മാറുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ലെവൽ എന്താവുന്നു, കമ്പനി ലെവലിലേക്ക് കുറഞ്ഞു പോകുന്നു. ഓക്കെ, അങ്ങനെ ഒതുങ്ങി പോകുന്നു. അതുമാത്രമല്ല, പല കമ്പനീസിലും അതായത് ഇപ്പോൾ ഈ പറയുന്ന വർക്ക് ഫോഴ്സിൻ്റെ ഇൻഫോർമലൈസേഷൻ സംഭവിക്കുന്നുണ്ട്. ദറ്റ് മീൻസ് കുറച്ച് പേരെ മാത്രം പെർമനൻ്റ് ആക്കിയിട്ട് ബാക്കിയുള്ളവരെയൊക്കെ ടെമ്പററി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി തന്നെ ഡൗൺ സൈസിങ്, അതിൻ്റെ എംപ്ലോയി സ്ട്രെങ്ത്തും കുറയുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഡൗൺ സൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ട്രേഡ് യൂണിയൻസിൻ്റെ സ്ട്രെങ്ത്തും പവറും സ്വാഭാവികമായിട്ടും കുറയപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ട്രേഡ് യൂണിയൻസ് ഇപ്പോൾ ഓരോ കമ്പനിയിലും ഉള്ളതെന്ന് പറയുന്നത് ജസ്റ്റ് അവിടുത്തെ ഫോർമൽ വർക്കേഴ്സിൻ്റെ ഒരു താല്പര്യം അനുസരിച്ചാണ്. പക്ഷേ ഫോർമൽ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് മൈനോറിറ്റി മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇൻഫോർമൽ വർക്കേഴ്സാണ് മിക്ക കമ്പനീസിലും കൂടുതലായിട്ട് വരുന്നത്. അപ്പം ആ മൈനോറിറ്റി ഫോർമൽ എംപ്ലോയീസിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ട്രേഡ് യൂണിയന് വലിയ സ്ട്രെങ്ത് ഇല്ല. അവരുന്നയിക്കുന്ന കളക്റ്റീവ് ബാർഗെയിനിങ്ങിനും സ്വാഭാവികമായിട്ടും സ്ട്രെങ്ത് ഇല്ലാത്ത രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയൊക്കെ നമുക്ക് വലിയ വിപുലമായിട്ടുള്ള ഇൻഡസ്ട്രിയാണ് ഇന്ത്യയിൽ. പക്ഷേ ഇപ്പോഴത്തെ ഗാർമെൻറ്റ് സെക്ടറിൽ നമ്മൾ നോക്കുമ്പോൾ മെജോറിറ്റി ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് വളരെ കുറച്ച് ഫോർമൽ വർക്കേഴ്സ് അല്ലെങ്കിൽ പെർമനൻറ്റ് വർക്കേഴ്സ് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അത് മിക്ക സെക്ടേഴ്സിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതുകൊണ്ട് അവർ ചെയ്യുന്ന കളക്റ്റീവ് ബാർഗെയിനിങ്ങിൻ്റെ സ്ട്രെങ്ത്തും കുറഞ്ഞു അല്ലെങ്കിൽ കുറവായിട്ടാണ് കാണുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മിക്ക ഇൻഡസ്ട്രീസിലും നമുക്ക് ഇൻഫോർമൽ വർക്കേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ്. അവരാണ് മെജോറിറ്റി ആയിട്ട് നിൽക്കുന്നത്. അവർ താൽക്കാലികമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രേഡ് യൂണിയൻസിനെ റെപ്രസെൻ്റ് ചെയ്യുകയോ ഒരു ഫോർമൽ വർക്കറിനെ പോലെ നിൽക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇൻഫോർമൽ ആയിട്ടുള്ള വർക്കേഴ്സ് പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഉന്നയിക്കാനായിട്ട് ഇൻഡിവിജ്വൽ ബാർഗെയിനിങ്ങിനാണ് പോകുന്നത്. ഓക്കെ, സോ ഹൈ ലെവൽ ഓഫ് ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്കേഴ്സ് ഈ പറയുന്ന ഇൻഡിവിജ്വൽ ബാർഗെയിനിങ്ങിന് ഒരുപാടധികം വഴി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും ട്രേഡ് യൂണിയൻസ് ഇടപെട്ടിട്ട് ചെയ്യുന്ന ബാർഗെയിനിങ് പോലെ ആവുന്നില്ല. അപ്പോൾ പല റെലവൻറ്റ് സെക്ടേഴ്സിലും ഇൻഡസ്ട്രിയൽ റീജൻസിനും ഈ പറയുന്ന ട്രേഡ് യൂണിയൻസ് അവർ ലീഗൽ കൺസൾട്ടൻറ്റിനെ പോലെ ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇൻഫോർമൽ ആയിട്ടുള്ള വർക്കേഴ്സ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബാർഗെയിനിങ്ങിന് പോകുമ്പോൾ അവർക്കൊരു കൺസൾട്ടിങ് ആണ് ഈ ട്രേഡ് യൂണിയൻസ് കൊടുക്കുന്നത്. അത് മാത്രമല്ല, അങ്ങനെ ട്രേഡ് യൂണിയൻസ് കൺസൾട്ടിങ് കൊടുക്കുമ്പോൾ അതിനുള്ളൊരു ഫീസ് ചാർജ് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അങ്ങനെ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് ഏജൻറ് എന്നുള്ള രീതിയിൽ ട്രേഡ് യൂണിയൻസ് നിലകൊള്ളാതെ ഒരു കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഡിക്ലൈനിങ് വേജ് ഷെയർ. ഇപ്പം നമ്മൾ കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഓർഗനൈസേഷന് കിട്ടുന്ന പ്രോഫിറ്റിനെ ഷെയർ ചെയ്യുക, എംപ്ലോയീസുമായിട്ട് അവരെ ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശങ്ങളാണ് കളക്റ്റീവ് ബാർഗെയിനിങ്ങിന് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്കിപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് ഒന്നും കാര്യമായിട്ട് ഉണ്ടാവുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വേജ് ഷെയർ ഒന്നും ഉണ്ടാവുന്നില്ല. ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ,
ഏകദേശം നമ്മുടെ ഇന്ത്യയിൽ അത് 2001-2002 കാലഘട്ടത്തിലുള്ള ഒരു പീരീഡിലെ കണക്കാണ് പറയുന്നത്. 173 മില്യൺ വേജ് ഏണേഴ്സിൽ 73 മില്യൺ വേജ് ഏണേഴ്സിന് മിനിമം വേജസ് റിസീവ് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. അതിൽ 30-40% വരെയുള്ള ആൾക്കാർ ലോ പെയ്ഡ് വേജ് ഏണേഴ്സ് എന്ന് പറയുന്നത് വളരെ പൂർ ഫാമിലിയിൽ പെട്ടവരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ പർച്ചേസിങ് പവർ കുറയ്ക്കപ്പെടുകയാണ്. അവർക്ക് പിന്നെ ബാർഗെയിനിങ്ങിനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നില്ല. ഇനി ന്യൂ വേവ് ഓഫ് ലേബർ മൂവ്മെൻറ്റ് ഫോർ യൂണിയനൈസേഷനിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴത്തെ വർക്കേഴ്സ് ശരിക്കും ഒരു യൂണിയനൈസേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യാണ് ചെയ്യുന്നത്. കാരണം ഒരു സെൻട്രൽ ട്രേഡ് യൂണിയൻ ഫോം ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പ്രത്യേകിച്ചും ഈ പറയുന്ന ഫോമൽ എംപ്ലോയീസിൻ്റെ എണ്ണം കുറവായതുകൊണ്ടും അവർക്ക് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് നമ്മൾ ട്രേഡ് യൂണിയനിൽ നല്ല സ്ട്രെങ്ത് ആയിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ളവർക്ക് നന്നായി അറിയാം. പക്ഷേ പൊതുവായി തന്നെ നോക്കുമ്പോൾ സാധാരണഗതിയിൽ തന്നെ നിയമപരമായിട്ട് വർക്കേഴ്സിന് കിട്ടേണ്ട മിനിമം വേജും പ്രീമിയം റേറ്റ് ഓഫ് ഓവർ ടൈമും ഹോളിഡേയ്സും കാഷ്വൽ ലീവ്സും ഇതൊന്നും കിട്ടുന്നില്ല. അപ്പം ഒരു യൂണിയൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ മിനിമം ബെനിഫിറ്റ്സെങ്കിലും അവർക്ക് ഗ്യാരണ്ടീഡ് ആയിരിക്കണം എന്നുള്ളൊരു ചിന്ത അവർക്ക് നന്നായിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനായിട്ട് പറ്റും? അഥവാ അവർ കൂട്ടുകയാണെങ്കിൽ തന്നെ സ്ട്രെങ്ത് വളരെ കുറവാണ്. പിന്നെ ഇൻഫോർമൽ വർക്കേഴ്സ്, അവർ ഇല്ലീഗലായിട്ടായിരിക്കും ഒരു ട്രേഡ് യൂണിയൻ കൂട്ടിക്കഴിഞ്ഞാൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് യാതൊരു വോയിസും ഒരു ട്രേഡ് യൂണിയൻ ഫോം ചെയ്യാനായിട്ട് കിട്ടുന്നുമില്ല. പിന്നെ അവരുടെ സ്റ്റാറ്റസ് അവർക്ക് ഫോമലായിട്ടുള്ള വർക്കേഴ്സ് എന്നുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ടിൽ വർക്കേഴ്സ് ശരിക്കും വല്ലാതെ ഒരു പ്രോബ്ലമാണ് ഫേസ് ചെയ്യുന്നത്. ട്രേഡ് യൂണിയൻ ഫോം ചെയ്യാനും പറ്റുന്നില്ല, അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചെടുക്കാനും പറ്റുന്നില്ല. അങ്ങനെ ശരിക്കും അവർ ഫൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. 2009-10 കാലഘട്ടങ്ങളിൽ വർക്കേഴ്സ് ഈ പറയുന്ന രീതിയിലുള്ള ട്രേഡ് യൂണിയൻസ് ഫോമേഷനിലും ട്രേഡ് യൂണിയൻ റെക്കഗ്നേഷനിലൊക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നമ്മുടെ ഹ്യുണ്ടായി കമ്പനിയിൽ വർക്കേഴ്സ് ഇതുപോലെ തന്നെ ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്തിട്ട് അത് റെക്കഗ്നൈസ് ചെയ്യാനുള്ള സ്ട്രഗിളിങ്ങിൽ അവർ വന്നിരുന്നു. അതുപോലെ നോക്കിയ വർക്കേഴ്സും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ വേജ് ഹൈക്കിന് വേണ്ടിയിട്ട് അതുപോലെ വിക്ടിമൈസേഷന് വേണ്ടിയിട്ടും സ്ട്രഗിൾ ചെയ്തിരുന്നു. MRF വർക്കേഴ്സും അതുപോലെ റെക്കഗ്നീഷൻ ഓഫ് യൂണിയന് വേണ്ടി സ്ട്രഗിൾ ചെയ്തു. പെരിക്കോൾ വർക്കേഴ്സ് അവരുടെ റെക്കഗ്നീഷൻ ഓഫ് യൂണിയന് വേണ്ടി സ്ട്രഗിൾ ചെയ്തു. ഗ്രാസിയാനോ അവരും യൂണിയനൈസേഷന് വേണ്ടിയിട്ട് യൂണിയൻ രൂപീകരിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്തു. പിന്നെ ഈ പറയുന്ന നെസ്ലയിൽ ട്രേഡ് യൂണിയൻ റിപ്രഷൻ, ട്രേഡ് യൂണിയൻ ഫോം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. വിവ ഗ്ലോബൽ വർക്കേഴ്സ് അവരും മിനിമം വേജസിന് വേണ്ടിയിട്ടും യൂണിയനൈസേഷന് വേണ്ടി സ്ട്രഗിൾ ചെയ്തു. റിക്കോ ഓട്ടോ വർക്കേഴ്സ് അവരും യൂണിയനൈസേഷന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തു. സൺബീം വർക്കേഴ്സ് അവർ ഈ പറയുന്ന യൂണിയൻ ഫോമേഷന് വേണ്ടിയിട്ടൊക്കെ സ്ട്രഗിൾ ചെയ്തു. അങ്ങനെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സ്ട്രഗിളിങ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റി. അപ്പം ഇങ്ങനെയുള്ള പല കേസുകളിലും നമ്മളുടെ ഫോമൽ ആൻഡ് ഇൻഫോർമൽ വർക്കേഴ്സ് ഒരുമിച്ച് നിന്നിട്ടാണ് സ്ട്രഗിൾ ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഫേസ് ഇവിടെ രൂപീകരിക്കുകയാണ് ചെയ്തത്. കാരണം ഒരുപാട് ഇൻഫോർമൽ വർക്കേഴ്സ്, മെജോറിറ്റി ഇൻഫോർമൽ വർക്കേഴ്സും മൈനോറിറ്റി ഫോമൽ വർക്കേഴ്സും ഉണ്ടായിരുന്ന ഫാക്ടറീസിൽ രണ്ടുപേരും ഈക്വലായി നിന്നുകൊണ്ട് എന്ത് ചെയ്തു, അവർ സ്ട്രഗിൾ ചെയ്തു. അപ്പം സെയിം കോമ്പറ്റീഷൻ ലെവലിൽ സ്ട്രഗിൾ ചെയ്തു. ഈ ഫോമൽ വർക്കേഴ്സും ഇൻഫോർമൽ വർക്കേഴ്സും തമ്മിൽ യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ അവർ ഒരുമിച്ച് നിന്നിട്ടാണ് ട്രൈ ചെയ്തത്. അതുമാത്രമല്ല, അവർ ഒരുമിച്ച് നിന്നപ്പോൾ അവർ എന്താ വെച്ചാൽ ഫോമൽ വർക്കേഴ്സ് പ്രത്യേകിച്ചും ഇൻഫോർമൽ വർക്കേഴ്സിന് ഫോമൽ വർക്കേഴ്സിൻ്റെ അതേ സ്റ്റാറ്റസും ബെനിഫിറ്റും കിട്ടണം എന്നുള്ള കാര്യങ്ങളും കൂടി ഡിമാൻഡ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അപ്പം ഈ യൂണിയനൈസേഷന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഫോമൽ ആൻഡ് ഇൻഫോർമൽ വർക്കേഴ്സ് ഒരേ യൂണിയന് വേണ്ടിയിട്ട് നീങ്ങുന്ന ഒരു സിറ്റുവേഷൻ, അതൊരു പുതിയ ഡയറക്ഷനായിട്ട് കാണുന്നു. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ഫോമൽ ആൻഡ് ഇൻഫോമൽ എംപ്ലോയീസ് തമ്മിൽ ഈ അവരുടെ ആവശ്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ട്രേഡ് യൂണിയൻ ഫോമേഷന് വേണ്ടിയിട്ടും സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് മറുഭാഗത്ത് നമ്മുടെ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ട്രേഡ് യൂണിയൻസിനെ അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിൽ പ്രിവെൻറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതായത് എപ്പോഴൊക്കെയാണോ നമ്മളുടെ എംപ്ലോയീസ് ട്രേഡ് യൂണിയൻ ഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അപ്പോൾ ഒക്കെ ഈ എംപ്ലോയീസിനെ അടിച്ചമർത്താനായിട്ടാണ് മാനേജ്മെൻറ്റ് ശ്രമിക്കുന്നത്. ഇനി അതിനെയൊക്കെ മറികടന്ന് സപ്പോസ് ഈ പറയുന്ന എംപ്ലോയീസ് ട്രേഡ് യൂണിയൻ ഫോം ചെയ്താൽ തന്നെ കമ്പനിയിലെ മാനേജ്മെൻറ്റ്
ട്രേഡ് യൂണിയൻസിനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് വിസമ്മതിക്കുന്നു. അപ്പോൾ പിന്നെ ആർക്കും തന്നെ കളക്റ്റീവ് ബാർഗനിങ്ങിലേക്ക് ഏർപ്പെടാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, സോ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഈ പറയുന്ന സ്ട്രൈക്ക് ആൻഡ് ലോക്കൗട്ട്സിൻ്റെ ഒരു ഡേറ്റ ഇന്ത്യൻ ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് 2010 പുറപ്പെടുവിച്ച ഇൻഫർമേഷൻസ് അനുസരിച്ചിട്ട് ഏകദേശം 34.8% ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ഇൻഡിസിപ്ലിൻ കാരണമായിട്ട് ഉണ്ടായിട്ടുണ്ടെന്നും 22% ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സും വേജ് ആൻഡ് അലവൻസ് ഡിമാൻഡ് ചെയ്തിട്ടായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ആ വേജ് അലവൻസിലും മിക്കതിലും ഡിമാൻഡ് ചെയ്തേക്കുന്ന മിനിമം വേജ്, ഗവൺമെൻറ് ഫിക്സ് ചെയ്തേക്കുന്ന മിനിമം വേജ് വേണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഇങ്ങനെയുള്ള 2 കാറ്റഗറി ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് നമുക്ക് ശരിക്കും ഈ പറയുന്ന ഇൻഫോർമൽ വർക്കേഴ്സിൻ്റെ സഫറിങ്ങിനെയാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല, മാനേജ്മെൻറ്റ് എത്രത്തോളം ഈ പറയുന്ന ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്യാതിരിക്കാനായിട്ട് അടിച്ചമർത്തുന്നു എന്നുള്ള കാര്യം കൂടി കാണിക്കുന്നുണ്ട്. സോ നമ്മളുടെ ലിബറലൈസേഷൻ വന്നതോടുകൂടി ഇപ്പം എംപ്ലോയീസിന് ലോക്കൗട്ടും സ്ട്രൈക്കൊക്കെ നടത്താം എന്നുള്ള കാര്യങ്ങൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ലോക്കൗട്ടൊക്കെ നടത്തിയത് കൊണ്ട് എംപ്ലോയീസിന് തന്നെയാണ് നഷ്ടം. കാരണം ഒരുപാട് മാൻ അവേഴ്സ് മാൻ ഡേയ്സ് അവർക്ക് കുറയാണ് ചെയ്തത്. ഇതൊരു സ്ഥിരമായിട്ടുള്ള ട്രെൻഡായിട്ട് കാണപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സെൻട്രൽ ട്രേഡ് യൂണിയൻസ് എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡ് യൂണിയൻസിൻ്റെ യൂണിറ്റിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നമ്മളുടെ 8 സെൻട്രൽ ട്രേഡ് യൂണിയൻസ് തമ്മിൽ ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ സെൻട്രൽ ട്രേഡ് യൂണിയൻസ് ചേർന്ന് ഒരു ജോയിൻ്റ് ആക്ഷൻ കമ്മിറ്റി ഫോം ചെയ്ത് ഒരു ദിവസം അവർ ഒരു ഇന്ത്യ ജനറൽ സ്ട്രൈക്ക് നവംബർ 7, 2010 ഫോം ചെയ്തു. അതൊരു പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു സ്ട്രൈക്കായിട്ടാണ് മാറിയത്. ഏകദേശം 100 മില്യൺ എംപ്ലോയീസ് ഓൾ ഓവർ ദ കൺട്രിയാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഓക്കെ, സോ അതൊരു ഇനീഷ്യേറ്റീവായിട്ട് മാറി. പിന്നെ എന്തിനാണ് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫോർമൽ സെക്ടറിലെ വർക്കേഴ്സിന് ഇതുപോലെ തന്നെ അവരുടെ അവകാശങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു ഇനീഷ്യേറ്റീവായിട്ട് ഇത് മാറി. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ അഗ്രികൾച്ചർ വർക്കേഴ്സ് ഇത്തരത്തിൽ ഇൻഫോർമൽ സെക്ടറിൽ മുന്നോട്ട് വന്നു. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് NREGA അത് വന്നത്. സോ ഇത് നമുക്ക് നമ്മളുടെ ഇൻഫോർമൽ സെക്ടറിലുള്ള വർക്കേഴ്സിന് പല പുതിയ പോസിബിലിറ്റീസാണ് ഫോം ചെയ്തത്, പ്രത്യേകിച്ചും റൂറൽ വർക്കേഴ്സിന്. അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ പല ലോക്കൽ ലെവൽ യൂണിയൻസ്, റൂറൽ വർക്കേഴ്സിൻ്റെ ലോക്കൽ ലെവൽ യൂണിയൻസും റീജിയണൽ ലെവൽ യൂണിയൻസും ഒക്കെ കമ്പൈൻ ചെയ്ത് അവരൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ മുന്നോട്ട് വരാനായിട്ട് നോക്കുകയാണ് ചെയ്തത്. അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്. സോ ഇത് മുന്നോട്ട് വന്നത് ജനറൽ ഇഷ്യൂസ് ആയിട്ടാണ് മുന്നോട്ട് വന്നത്. അത് മെയിനായിട്ടും അവരുടെ മിനിമം വേജ് ആക്ട് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ചെയ്യാനും അതുപോലെ വർക്ക് പ്ലേസ് ഫെസിലിറ്റീസ് കൂട്ടാനും ഒക്കെ ആയിട്ടാണ്. അപ്പം അത് ശരിക്കും നിയമപരമായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അത് അല്ലെങ്കിൽ തന്നെയും അത് സാധ്യമാക്കേണ്ട കാര്യമാണ്. പക്ഷേ കൂടുതലായിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നെ ഈ ഒരു NREGA സ്ട്രെങ്തോട് കൂടിയിട്ട് നമ്മൾ പല ഇൻഫോർമൽ സെക്ടർ വർക്കേഴ്സും ഇനീഷ്യേറ്റീവ് എടുത്ത് വന്നത്. അഗ്രികൾച്ചർ സെക്ടറിലുള്ളവർ വന്നു കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റ് വർക്കേഴ്സ്, ഫിഷ് വർക്കേഴ്സ്, സെൽഫ് എംപ്ലോയ്ഡ് കാറ്റഗറിയിലുള്ള വർക്കേഴ്സൊക്കെ മുന്നോട്ട് വന്നു. അപ്പം ഇങ്ങനെയൊക്കെ അവർ വന്നെങ്കിൽ തന്നെയും ഇവരുടെയൊക്കെ മൂവ്മെൻറ്റ്സ് വളരെ വീക്കായിട്ടാണ് കാണുന്നത്. ഇൻഫോർമൽ സെക്ടർ വർക്കേഴ്സ് ഒരുപാടുണ്ടെങ്കിലും അവർക്ക് ശക്തമാവാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ്ങിൻ്റെ റൈറ്റിനെ കുറിച്ച് റിയലൈസ് ചെയ്യാനും പറ്റിയിട്ടില്ല. അതാണ് നമ്മുടെ ഇന്ത്യയിലുള്ള കളക്റ്റീവ് ബാർഗെയിനിങ്ങിൻ്റെ അവസ്ഥ. അപ്പോൾ പൊതുവേ കളക്റ്റീവ് ബാർഗെയിനിങ് ഇന്ത്യയിൽ വീക്കാണെന്ന് തന്നെ പറയാം.